അപ്പോൾ നമ്മൾ ഐ പി അഡ്രസ്സിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ പി അഡ്രസ്സിൽ സബ്നെറ്റ് മാസ്ക് വരെയുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തത്. അടുത്തത് സ്പെഷ്യൽ അഡ്രസ്സാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സ്പെഷ്യൽ അതായത് അഡ്രസ്സുകൾ ക്ലാസ്ലെസ് അഡ്രസ്സിംഗ് ആണ്. ക്ലാസ്ലെസ് അഡ്രസ്സിങ്ങിൽ പ്രത്യേകിച്ച് അങ്ങനെ ക്ലാസ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്കും ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് അതിൽ. പക്ഷേ കുറച്ച് സ്പെഷ്യൽ അഡ്രസ്സുകളുണ്ട്. അതായത് ആ അഡ്രസ്സുകൾക്ക് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അങ്ങനത്തെ സ്പെഷ്യൽ അഡ്രസ്സുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 4-5 ഉണ്ട്. ആദ്യത്തേത് ദിസ് ഹോസ്റ്റ്. ജാവ അറിയാവുന്നവർക്കറിയാം, ദിസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ദിസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജാവയിൽ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് എവിടുന്നാണ് ഏത് ഫംഗ്ഷനാണോ വിളിക്കുന്നത് ആ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റ് ഏതാണോ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ദിസ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദിസ് ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ്. അതിൻ്റെ ഐ പി അഡ്രസ്സ് വന്നത് 0.0.0.32 ആണ്. 32 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 32 ബിറ്റ് ഹോസ്റ്റ് ആണെന്ന്, നെറ്റ്വർക്ക് ഐഡൻറ്റിഫയർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ 32 എന്ന് പറഞ്ഞാൽ ഇത് 4 അത് തന്നെയാണ്. ഇത് 4 ഫിക്സഡ് ആണ്, 0 ആണ്. ദിസ് ഈസ് കോൾഡ് ദിസ് ഹോസ്റ്റ് അഡ്രസ്. ദിസ് വിൽ ബി ദ അഡ്രസ് വെൻ ദ സിസ്റ്റം ഈസ് ബൂട്ടഡ് അപ്പ്. അതായത് ഒരു സിസ്റ്റം പുതുതായിട്ട് ബൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീഫോൾട്ട് അഡ്രസ്സ് എന്ന് പറയുന്നത് 0000 ആയിരിക്കും. Whenever a host needs to send an IP datagram but it does not know its own address to use as source address, it uses this address. അതായത് എന്തെങ്കിലും കാരണവശാൽ ഒരു കമ്പ്യൂട്ടറിന് അതിൻ്റെ സ്വന്തം IP അഡ്രസ്സ് അറിയില്ല. അതിന് പക്ഷേ ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യണം, ഒരു സ്ഥലത്തേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ എപ്പോഴും സോഴ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും വെക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് സ്വന്തം അഡ്രസ്സ് അറിയത്തില്ല എങ്കിൽ അവൻ ഈ അഡ്രസ്സാണ് അതിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതാണ് ദിസ് ഹോസ്റ്റ് അഡ്രസ്സ്. അപ്പോൾ അതങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കും, അത് വേറെ ഒന്നിനും ഉപയോഗിക്കുക. അതുപോലെ ലിമിറ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. രണ്ടാമത്തെ ലിമിറ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സാണ്. അപ്പോൾ ലിമിറ്റഡ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന അഡ്രസ്സുണ്ട്. ഇതറിയാം നമുക്ക് 255.255.255. അതായത് 8 ബിറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വാല്യൂ ആണ് 255 എന്ന് പറയുന്നത്. എല്ലാം 8 കണ്ടിന്യൂസ് വൺസ് വന്നാൽ ബൈനറിയിൽ 8 വൺസ് എന്ന് പറയുന്നത് 255 ആണ് ഡെസിമൽ സിസ്റ്റത്തിൽ. അതിനും /32 ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 32 അഡ്രസ്സ് 32 ബിറ്റ്. അതായത് ഈ മൊത്തം കാര്യം എന്ന് പറയുന്നത് ഫിക്സഡ് ആണെന്നാണ് എൻ്റെ അർത്ഥം. നെറ്റ്വർക്കാണ്. യൂസ് whenever a router or a host needs to send a datagram to all devices in the network but router blocks this type of address. അതായത് ഒരു കമ്പ്യൂട്ടർ, ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു നെറ്റ്വർക്ക് എടുത്തു, നമ്മുടെ WPTക്ക് വേണ്ടിയിട്ടൊരു നെറ്റ്വർക്ക് എടുത്തു. 256 കമ്പ്യൂട്ടറുണ്ട്. ആ 256 കമ്പ്യൂട്ടറിലേക്ക് ഒരാൾക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സായിട്ട് കൊടുക്കുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എങ്ങോട്ടാണ് അയക്കേണ്ടതെന്നുള്ളിടത്ത് 255.255.255 എന്നുകൊണ്ട് പറഞ്ഞ് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, അത് അതിൽ കണക്ട് ചെയ്തേക്കുന്ന ആ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ ഹോസ്റ്റിനും സെൻഡ് ആവും. പക്ഷേ ആ റൗട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകത്തുമില്ല. അതായത് ഈ 250 നമ്മുടെ WPT ഒരു റൗട്ടറിൽ നിന്നായിരിക്കും എല്ലാ സിസ്റ്റവും കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ WPTക്ക് അകത്ത് കണക്ട് ചെയ്തേക്കുന്ന എല്ലാത്തിലും പോകും, പക്ഷേ റൗട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. അതാണ് റൗട്ടർ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞേക്കുന്നത്. മൂന്നാമത്തേത് ലൂപ്പ് ബാക്ക് അഡ്രസ്സാണ്. സ്പെഷ്യൽ അഡ്രസ്സുകളിൽ മൂന്നാമത്തേത് ലൂപ്പ് ബാക്ക് അഡ്രസ്സ് 127.0.0.0/8. അതായത് ഇതിൻ്റെ ആദ്യത്തെ 8 ബിറ്റാണ് ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ 127.0.0.0. ഇല്ലാതെ 127.0.0.1 എന്നൊക്കെ നമ്മൾ ലോക്കൽ ഹോസ്റ്റിന് വരെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ അഡ്രസ്സുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് 8 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 8 ബിറ്റ് ഫിക്സ്ഡ് ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ദ പാക്കറ്റ് വിത്ത് ദിസ് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്ക് അഡ്രസ് നെവർ ലീവ്സ് ദ ഹോസ്റ്റ്. അത് ഹോസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അതായത് യൂസ് ടു ടെസ്റ്റ് വെദർ ദ NIC ഈസ് വർക്കിംഗ് പ്രോപ്പർലി. ഓൾസോ യൂസ് ടു ടെസ്റ്റ് ക്ലയൻറ്റ് സെർവർ പ്രോഗ്രാംസ്. നമ്മൾ ലോക്കൽ ഹോസ്റ്റ് / എന്ന് പറഞ്ഞ് PHP ഫയൽസ് ഒക്കെ ആക്സസ് ചെയ്തില്ലേ, അതുപോലെ നമ്മൾ ഇതിൽ തന്നെ ഒരു സെർവർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്ലയൻറ്റ് സെർവർ സെറ്റിങ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ. അങ്ങനത്തെ ഇതിനൊക്കെ ഈ 127.0.0.0 എന്ന് പറയുന്ന അഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 127 ഓർത്തിരിക്കാനായിട്ട് അറിയാം. നമുക്ക് 2⁻7 എന്ന് പറയുന്നത് 127 ആണ്. ആ വാല്യൂ 7 വൺസ് എന്ന് പറയുന്നത് 127 ആണ്. പ്രൈവറ്റ് അഡ്രസ് 1 2 3 4ാമത്തെ ടൈപ്പ്, 5 ടൈപ്പാണ് മൊത്തം ഉള്ളത്. 4ാമത്തെ ടൈപ്പ് പ്രൈവറ്റ് അഡ്രസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് യൂസസ്, ദാറ്റ് ഈസ് ഫോർ ഇൻറ്റേർണൽ നെറ്റ്വർക്ക്. ഇൻറ്റേർണൽ നെറ്റ്വർക്കുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ചില IP അഡ്രസ്സുകളുണ്ട്. അതാണ് 10.0.0.0 172.16. എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. 192.168. എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള, നമ്മൾ സാധാരണ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നെറ്റ്വർക്കിൽ സാധാരണ 192.168.1.1 എന്നൊക്കെ പറഞ്ഞ അഡ്രസ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ക്ലാസ് A ആണെങ്കിൽ ആദ്യത്തെ 8 ബിറ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഇത്രയും ഫിക്സ്ഡ് ആയിരിക്കും.
രണ്ടാമത്തേതിൽ 127.16 എന്ന് പറഞ്ഞാൽ ഈ 16 റെപ്രസെൻറ്റ് ചെയ്യുന്ന 8 ബിറ്റിലെ ആദ്യത്തെ 4 ബിറ്റ് ഫിക്സഡ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 8 4 12, ഇവിടെ 8 ഇതിലെ 4. ഇതിലാണെങ്കിൽ ഇതും ഫിക്സ്ഡാണ്, 192 168 ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പ്രൈവറ്റ് സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ്. DHCP ഫെയിൽ ഉണ്ടാകുമ്പോൾ ഈ അഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. DHCP എന്താണെന്നാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്, അന്നേരം അത് മനസ്സിലാവും. ഇനി മൾട്ടി കാസ്റ്റ് അഡ്രസ്സ് ഉണ്ട്. മൾട്ടി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ബ്ലോക്ക് 224.0.0./4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 ബിറ്റേ അതിൻ്റെ നെറ്റ്വർക്ക് അഡ്രസ്സ് ഉള്ളൂ. ഈസ് റിസർവ്ഡ് ഫോർ മൾട്ടി കാസ്റ്റ് അഡ്രസ്സ്. ഇത് മൾട്ടി കാസ്റ്റ് അഡ്രസ്സിന്, അതായത് ഒന്നിൽ കൂടുതൽ സിസ്റ്റങ്ങളിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കോൺഫിഗറേഷനൊക്കെ ഉണ്ട്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. മറ്റേ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചായിരുന്നു, അതായത് അത് എല്ലാത്തിലേക്കും വിടും. മൾട്ടി കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലേക്കും വിടത്തില്ല, നമുക്ക് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിലേക്ക് വിടാൻ പറ്റും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് അത്രയും വേണ്ട. അടുത്തത് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോട്ടോക്കോളാണ്. അതായത് ഒരു കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്ത് ഓണായി വരുമ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് WPTയിൽ ഒരു റൗട്ടറുണ്ട്. റൗട്ടറിന് കുറേ അഡ്രസ്സ് IP അഡ്രസ്സ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ അഡ്രസ്സായിട്ട് 256 കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറും ഓണായി വരുമ്പോൾ അതിന് ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ IP അഡ്രസ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സെർവറിൽ ഓടുന്ന സെർവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ കേസിൽ നമ്മുടെ റൗട്ടറാണ്. അതായത് നമ്മുടെ കോളേജിനൊരു റൗട്ടർ ഉണ്ടല്ലോ, ആ റൗട്ടറിനാണ് ഈ IP അഡ്രസ്സ് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗട്ടറിലായിരിക്കും ഈ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. പേര് കേട്ടാൽ തന്നെ അറിയാം. ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തേക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ, അതായത് ഡൈനാമിക് ആയിട്ട് ഹോസ്റ്റിനെ കോൺഫിഗർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു പുതിയ കമ്പ്യൂട്ടർ ഓണായി വന്നു, അപ്പോൾ തന്നെ ഡൈനാമിക് ആയിട്ട്, അതായത് അതിന് സ്ഥിരമായ ഒരു IP അഡ്രസ്സ് അല്ല കൊടുക്കുന്നത്. അതിന് ഓണായി വരുമ്പോൾ അപ്പോൾ ഉള്ളതിലൊരു IP അഡ്രസ്സ് കൊടുക്കും. അത് ഓഫായി പോയി കഴിയുമ്പോൾ ആ അഡ്രസ്സ് തന്നെ വേണമെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കും. അതിനാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ലെയർ ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോൾ വിച്ച് യൂസസ് UDP ആൻഡ് IP. UDPയും IP യൂസ് ചെയ്യും. UDP എന്ന് പറയുന്നത് യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ്. IP എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. ആപ്ലിക്കേഷൻ ലെയറിലാണ് അത് വർക്ക് ചെയ്യുന്നത്. 7 ലെയേഴ്സ് ഉള്ളതിൽ ആപ്ലിക്കേഷൻ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലയൻറ്റ് സെർവർ പ്രോട്ടോക്കോളാണ്, അതായത് ക്ലയൻറ്റും സെർവറും തമ്മിൽ. ഈ കേസിൽ ക്ലയൻറ്റ് ഏതാണ്? ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഓണായി വരുന്ന കമ്പ്യൂട്ടറാണ്. സെർവർ എന്ന് പറയുന്നത് ഏത് റൗട്ടറാണോ ആ ഓണായി വരുന്ന സെർവറിന് ഒരു IP അഡ്രസ്സ് കൊടുക്കുന്നു, അതാണ് സെർവർ എന്ന് പറയുന്നത്. നമ്മുടെ കേസിൽ അത് റൗട്ടർ ആയിരിക്കും സാധാരണ. DHCP is used to assign IP address to client computers automatically. ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ ഓണായി വരുമ്പോൾ തന്നെ അത് കൊടുക്കും. അതിന് ചില കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും, അത് നമുക്ക് പഠിക്കാനുണ്ട്. DHCP server is provided with a pool of IP address from which it assigns IP address to the requesting DHCP client. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ WPTക്ക് കുറച്ച് അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞ് ഒരു IP അഡ്രസ്സ് ഉള്ള ഒരു റൗട്ടർ എടുക്കുമ്പോൾ ആ റൗട്ടറിൽ ഏതൊക്കെ IP അഡ്രസ്സ് അതിൻ്റെ കീഴിലുള്ള കമ്പ്യൂട്ടറുകൾക്ക് അസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ 192.168.5. പിന്നത്തെ വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 24 ബിറ്റ് ഫിക്സ്ഡ് ആണ്, ബാക്കിൻ്റെ 4 ബിറ്റ് നമുക്ക് വേരിയബിൾ ആക്കിയിട്ട് ഓരോന്നിനും അസൈൻ ചെയ്യാം. ആ അവസാനത്തെ 8 ബിറ്റ് മാറ്റി ഓരോന്ന് അസൈൻ ചെയ്യുക എന്നുള്ള പണിയാണ് DHCP ചെയ്യുന്നത്. ഇത് പണ്ടുണ്ടായിരുന്ന BOOTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളുണ്ട്. അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് ഇത്. BOOTP ഇപ്പം യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം അതിൻ്റെ ഒരു ഹയർ വെർഷൻ അല്ലെങ്കിൽ ഒരു പുതിയ അപ്ഗ്രേഡഡ് വെർഷനാണ് DHCP എന്ന് പറയുന്നത്. ജനറലി an ഓർഗനൈസേഷൻ ഓർ an ISP, ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറോ ഗെറ്റ്സ് എ ബ്ലോക്ക് ഓഫ് IP അഡ്രസ് ഫ്രം ICANN എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. അതൊരു ഓർഗനൈസേഷനാണ്. ഒരു IP അഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ്. ആ അപ്പെക്സ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ഓരോ ബ്ലോക്കായിട്ട് IP അഡ്രസ്സ് മേടിക്കാം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പറയാം. അപ്പം നമ്മുടെ റിലയൻസ് പോയിട്ട് അവരോട് പറയും നമുക്ക് ഇന്ത്യയിൽ ഇത്ര കണക്ഷൻ കൊടുക്കാനുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത്ര IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യണമെന്നും പറഞ്ഞാൽ അവരോട് IP അഡ്രസ്സ് മേടിക്കും. അങ്ങനെ കിട്ടുന്നത്, അതായത് ഫ്രം ദീസ് അഡ്രസ്സസ് ദ അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ ഐദർ അസൈൻ അഡ്രസ് മാനുവലി ടു ദ ക്ലയൻറ്റ് സിസ്റ്റംസ് ഓർ ഇൻസ്റ്റാൾ DHCP സെർവർ. അപ്പം ഇങ്ങനെ കിട്ടുന്ന IP അഡ്രസ്. അപ്പം
നമ്മുടെ ജിയോ പോയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുറേ IP അഡ്രസ്സ് വേണമെന്ന് പറഞ്ഞു, അപ്പോൾ ഉടനെ ജിയോയ്ക്ക് കുറേ IP അഡ്രസ്സ് കൊടുക്കും. ജിയോയ്ക്ക് കിട്ടുന്ന IP അഡ്രസ്സിൽ നിന്ന് അവരിൽ നിന്ന് കണക്ഷൻ എടുക്കുന്ന ഓരോരുത്തർക്കും ഓരോ IP അഡ്രസ്സ് കൊടുക്കും. അതായത് നമ്മളൊരു മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിന് ഒരു IP അഡ്രസ്സ് കിട്ടും. ആ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ഓരോ തവണ നമ്മൾ ഫോൺ ഓഫാക്കി ഓണാക്കുമ്പോൾ IP അഡ്രസ്സ് വ്യത്യാസം വരും. അപ്പോൾ ആ IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്ന പണി ജിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ചെയ്യുന്നത് DHCPയുടെ ഹെൽപ്പോടെയാണ്. അപ്പം അത് മാനുവലി അവർക്ക് അസൈൻ ചെയ്യാം. മാനുവലി അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. 100 കണക്കിന് 1000 കണക്കിനല്ല, കോടിക്കണക്കിന് മൊബൈൽ കണക്ഷൻസ് ഉണ്ട്. ഓരോന്ന് ഓണായി വരുമ്പോൾ IP അഡ്രസ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യും, DHCP ഉപയോഗിച്ചായിരിക്കും അസൈൻ ചെയ്യുന്നത്. ഇത് റിലയൻസിൻ്റെ കേസിൽ മാത്രമല്ല, നമ്മുടെ കേസിൽ ഇപ്പം നമ്മുടെ കോളേജിലാണെങ്കിൽ കോളേജിൽ കുറച്ച് IP അഡ്രസ്സ് റിസർവ് ചെയ്തെടുത്തു. അതിൽ നിന്ന് ഓണായി വരുന്ന ഓരോ കമ്പ്യൂട്ടറിനും ഈ ഉള്ള സെറ്റിൽ നിന്ന് ഓരോന്ന് കൊടുക്കുക എന്നുള്ള പണി ചെയ്യുന്നത് DHCP ആണ്. DHCP can be configured to assign IP address permanently or temporarily. പെർമനൻ്റ് ആയിട്ട് അസൈൻ ചെയ്യാൻ വേണമെങ്കിൽ കൊടുക്കാം, ടെമ്പററി ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അധികവും ടെമ്പററി ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ ഓഫായി പോയി കഴിയുമ്പോൾ അതിൻ്റെ IP അഡ്രസ്സ് പിന്നെ ഉപയോഗം ഉണ്ടാവില്ല, അത് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് കൊടുക്കും. ഒരെണ്ണം ഓണായി വരുമ്പോൾ ഒരു IP അഡ്രസ്സ് കൊടുക്കും. അത് കഴിഞ്ഞ് അത് ഓഫായി കഴിയുമ്പോൾ ആ അഡ്രസ്സ് വേണം വേറെയുള്ളവർക്ക് പിന്നെയും കൊടുക്കാൻ പറ്റും. ഇൻ അഡീഷൻ ടു IP അഡ്രസ്, DHCP can assign other parameters like subnet mask, ഗേറ്റ്വേ അഡ്രസ്, DNS സെർവർ അഡ്രസ് എക്സെട്ര ഒക്കെ കൊടുക്കാൻ പറ്റും. DHCPക്ക് സബ്നെറ്റ് മാസ്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം, ഗേറ്റ്വേ അഡ്രസ്സ് കൊടുക്കാം, അതിലേക്ക് കയറി വരാനുള്ള ഗേറ്റ്വേ ഏതാണ്, ഗേറ്റ്വേയുടെ അഡ്രസ്സ് ഏതാണ്, അങ്ങനത്തെ ഒക്കെ കൊടുക്കാൻ പറ്റും. DHCP ഈസ് കോമൺ ഇൻ ഓൾ ടൈപ്സ് ഓഫ് റൗട്ടേഴ്സ്, ഹോട്ട്സ്പോട്ട്, ആക്സസ് പോയിൻറ്റ് എക്സെട്ര. നമ്മൾ വീട്ടിലൊരു വൈഫൈ മോഡം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈഫൈക്കകത്ത് DHCP ഉണ്ടാവും. അപ്പോൾ DHCP സെർവർ എന്ന് പറയുന്നത് വൈഫൈ ആണ്. നമ്മളൊരു മൊബൈൽ അത് വൈഫൈ അതിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മൊബൈൽ വൈഫൈ ഓൺ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ കണക്ഷൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതിനിടയ്ക്ക് ഒബ്റ്റെയിനിങ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ആ ഒബ്റ്റെയിനിങ് IP അഡ്രസ്സ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മൾ ഏത് വൈഫൈയിലായിട്ടാണോ കണക്ട് ചെയ്തേക്കുന്നത് ആ വൈഫൈയിൽ നിന്നൊരു IP അഡ്രസ്സ് ഇവൻ ചോദിച്ച് മേടിക്കും. അതെന്ന് പറയുന്നത് ഈ DHCP പ്രോട്ടോക്കോൾ ഉപയോഗിച്ചാണ് കാണുന്നത്. നിങ്ങൾ ഫോണൊക്കെ വൈഫൈ ഒന്ന് ഓഫാക്കി ഓണാക്കി നോക്കിയാൽ ചില ഫോണുകളിലൊക്കെ കാണാൻ പറ്റും ഒബ്റ്റെയിനിങ് IP അഡ്രസ്സ് എന്ന് എഴുതി കാണിക്കുന്നതാണ് അവർ. ആ ഒബ്റ്റെയിനിങ് IP അഡ്രസ്സ് നടക്കുന്നതിനിടയ്ക്ക് അത് നടക്കുമ്പം നമ്മുടെ ഫോണിൽ നിന്ന് മോഡത്തിലേക്കും മോഡത്തിൽ നിന്ന് ഫോണിലേക്കും ചില കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ ഒരു ഫോർമാറ്റ് ഉണ്ട്, അതാണ് DHCP മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. DHCP മെസ്സേജ് ഫോർമാറ്റ്, അതായത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്ന മെസ്സേജിൻ്റെ ഫോർമാറ്റ്. അതിങ്ങനെയാണ്. ഒരു 32 ബിറ്റ് ഉണ്ട്, 0 തൊട്ട് 31 വരെ 32 ബിറ്റ് ഉണ്ട്. 32 ബിറ്റ് വീതം കുറേ ഫീൽഡുകളുണ്ട്. അതിൽ ആദ്യത്തെ 32 ബിറ്റിൽ ആദ്യത്തെ 8 ബിറ്റ് ഓപ്പ് കോഡ്, പിന്നത്തെ 8 ബിറ്റ് H ടൈപ്പ്, പിന്നത്തെ 8 ബിറ്റ് HLN, പിന്നത്തെ 8 ബിറ്റ് H കൗണ്ട്, അങ്ങനെയായിരിക്കും കൊടുക്കുക. ഇപ്പം ഓപ്പ് കോഡ് എന്ന് പറയുന്നത് ഓപ്പ് കോഡ് ആദ്യത്തെ 8 ബിറ്റ് ഓപ്പ് കോഡാണെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ കോഡ്, അതായത് റിക്വസ്റ്റ് ആണോ റിപ്ലൈ ആണോ. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ നമ്മുടെ മൊബൈൽ ഓണാക്കി മൊബൈലിൽ ഒരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ ഒരു റിക്വസ്റ്റ് ആദ്യം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ റിക്വസ്റ്റ് ആണെങ്കിൽ ഒരു വാല്യൂ, റിപ്ലൈ ആണെങ്കിൽ വേറൊരു വാല്യൂ, 1ഉം 2ഉം ഒക്കെ ആയിരിക്കും. 8 ബിറ്റ് ആയതുകൊണ്ട് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. രണ്ടാമത്തേത് H ടൈപ്പ്, ഹാർഡ്വെയർ ടൈപ്പ്, അതായത് ഈഥർനെറ്റ് ഉപയോഗിച്ചാണോ കണക്ട് ചെയ്തേക്കുന്നത് അതോ വൈഫൈ ഉപയോഗിച്ചിട്ടാണോ എന്ന ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും H ടൈപ്പിൽ സ്റ്റോർ ചെയ്യുന്നത്. HLEN എന്ന് പറയുന്ന മൂന്നാമത്തെ ഫീൽഡുണ്ട്, ലെങ്ത് ഓഫ് ഹാർഡ്വെയർ അഡ്രസ്സ്. ഹാർഡ്വെയർ അഡ്രസ്സിൻ്റെ ലെങ്ത്, അത് ആ ഹാർഡ്വെയറിന് ഒരു അഡ്രസ്സ് കാണും, അതായത് മാക് അഡ്രസ്സ് പോലത്തെയുള്ള അഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലെങ്ത് എത്രയാണെന്നായിരിക്കും പറഞ്ഞു കൊടുത്തേക്കുന്നത്. പിന്നെ H കൗണ്ട്. മാക് അഡ്രസ്സിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാക് അഡ്രസ്സ് ഒരു സിസ്റ്റത്തിന് ഒരിക്കലും, നമ്മുടെ കമ്പ്യൂട്ടറിന് മാക് അഡ്രസ്സ് അല്ല, നമ്മുടെ മൊബൈലിന് ഒരു മാക് അഡ്രസ്സ് ഉണ്ടാകും, അത് ഒരിക്കലും മാറത്തില്ല. പക്ഷേ IP അഡ്രസ്സ് വേണമെങ്കിൽ ഓരോ തവണ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുമ്പോഴും മാറാം. H കൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഹോപ്സ് ദ പാക്കറ്റ്സ് ക്യാൻ ട്രാവൽ, അതായത് ഒരു ഡിവൈസിൽ നിന്ന് അടുത്ത ഡിവൈസിലേക്ക് പോകുന്നതിന് ഒരു ഹോപ്പ് എന്ന് പറയും. അങ്ങനെ എത്ര ഹോപ്പ് ട്രാവൽ ചെയ്യുക, അതായത് എത്ര ഡിവൈസിലേക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. മാക്സിമം അത്ര വരെ പോകാവുള്ളൂ, അത് കഴിയുമ്പോൾ എലാപ്സ് ആയി പോകണം അത്. അപ്പോൾ അത്രയാണ് ആദ്യത്തെ 32ന് 8 വീതം 4 ഫീൽഡായിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നത്തെ 32 ബിറ്റ് ട്രാൻസാക്ഷൻ ID ആണ്, അതൊരു ഇൻറ്റിജറാണ്. അത് ഒരു ട്രാൻസാക്ഷൻ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ID സെറ്റ് ചെയ്ത് അങ്ങോട്ട് വിടും. പിന്നെ അതിൻ്റെ റിപ്ലൈ ഇങ്ങോട്ട് വരുമ്പോഴും വീണ്ടും അങ്ങോട്ട് എന്തെങ്കിലും അയക്കാനുണ്ടെങ്കിൽ എല്ലാത്തിനും ഈ സെയിം ട്രാൻസാക്ഷൻ ID തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി ടൈം എലാപ്സ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട്, ടൈം എലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെക്കൻഡ്സ് സിൻസ് ദ ക്ലയൻറ്റ് സ്റ്റാർട്ടഡ് ടു ബൂട്ട്. നമ്മുടെ ക്ലയൻറ്റ്, അതായത് മൊബൈലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഓൺ ആക്കിയിട്ട് എത്ര സമയമായെന്നുള്ളതാണ് ടൈം എലാപ്സ്ഡിൽ സ്റ്റോർ ആകുന്നത്.
പിന്നെ കുറേ ഫ്ലാഗ്സ് ഉണ്ട്. ഫസ്റ്റ് ബിറ്റ് ഡിഫൈൻസ് യൂണികാസ്റ്റ് ഓർ മൾട്ടികാസ്റ്റ്. ആ ഫ്ലാഗാണ്. ഫ്ലാഗിനകത്ത് ആദ്യത്തെ ബിറ്റ് യൂണികാസ്റ്റ് ആണോ മൾട്ടികാസ്റ്റ് ആണോ, അതായത് ഇത് യൂണികാസ്റ്റ് അഡ്രസ്സാണോ മൾട്ടികാസ്റ്റ് അഡ്രസ്സാണോ വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കേസിൽ മൾട്ടികാസ്റ്റ് അഡ്രസ്സാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചില അഡ്രസ്സ് മൾട്ടികാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്രസ്സ് ഡെസ്റ്റിനേഷനാക്കി സെൻഡ് ചെയ്താൽ മൾട്ടികാസ്റ്റ് അഡ്രസ്സുള്ള എല്ലാത്തിലേക്കും കിട്ടും. അപ്പോൾ മൾട്ടികാസ്റ്റ് വേണോ യൂണികാസ്റ്റ് വേണോ എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ബാക്കി ഒരു ബിറ്റേ ഉള്ളൂ, ബാക്കി 15 ബിറ്റോ ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല, വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ക്ലയൻറ്റ് IP അഡ്രസ്സ്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ്. അത് ആദ്യം റിക്വസ്റ്റ് അയക്കുമ്പോൾ IP അഡ്രസ്സ് ഉണ്ടാവില്ല, തിരിച്ചു വരുമ്പോൾ യുവർ IP അഡ്രസ്സ് എന്ന് പറഞ്ഞായിരിക്കും. അതായത് നമ്മുടെ സെർവറിലേക്ക് റിക്വസ്റ്റ് പോകുമ്പോൾ ക്ലയൻറ്റ് IP അഡ്രസ്സ് ഉണ്ടാവില്ല. അപ്പോൾ സെർവർ എന്ന് പറയുന്നത് വൈഫൈ മോഡോ ആക്സസ് പോയിൻറ്റോ എന്ത് വേണമെങ്കിലും ആവാം. അവിടുന്ന് തിരിച്ച് ഓക്കെ നിൻ്റെ IP അഡ്രസ്സ് ഇതാണ് എന്ന് പറഞ്ഞൊരു IP അഡ്രസ്സ് അയച്ചു കൊടുക്കും. അതാണ് യുവർ IP അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ IP അഡ്രസ്സ് നമുക്കറിയാം 32 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരെ 32 ബിറ്റ് ഉണ്ട്, അത്രയും സ്റ്റോർ ചെയ്യാം. സെർവറിൻ്റെ IP അഡ്രസ്സ്, അതായത് ആക്സസ് പോയിൻറ്റോ വൈഫൈ പോയിൻറ്റോ ഏതാണോ അതിന് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും, അത് അവനതിൽ സെറ്റ് ചെയ്യും. പിന്നെ ഗേറ്റ് വേ IP അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ക്ലയൻറ്റ് ഹാർഡ്വെയർ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, സെർവറിന് ഒരു പ്രത്യേക നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കും, ബൂട്ട് ഫയലിനൊരു നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ ഉള്ള ഓപ്ഷൻസ് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് ആണ്. ആ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ താഴെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നാമതെ ഒരു ചെറിയ ടോപ്പിക്കായിട്ടേ ഉള്ളൂ, DHCP നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നത് ഡിഫൈൻ DHCP എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിഫൈൻ DHCPക്ക് ഇവിടെ വരെ തൊട്ട് ഇവിടെ വരെ ആവശ്യമുള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മെസ്സേജ് ഫോർമാറ്റ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ ഓപ്ഷൻസ് എന്ന് പറയുന്നൊരു ഫീൽഡുണ്ട്, ഡ്യുവൽ പർപ്പസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടെക്സ്റ്റ് 64 ബൈറ്റ് ഫീൽഡ് വിത്ത് ഡ്യുവൽ പർപ്പസ്. അതിന് 2 ആവശ്യങ്ങളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അത്രയും മാത്രം എഴുതിയാൽ മതി. ഇതൊന്നും പഠിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ DHCP വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്, 4 ഫേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അത് 4 ഫേസ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. DHCP ഓപ്പറേഷൻ നടക്കുന്നത് ഒരു ക്ലയൻറ്റ് ഇവിടെ ഉണ്ടാവും, ഒരു സെർവർ ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ മൊബൈലായിരിക്കുക, ഇത് നിങ്ങളുടെ വൈഫൈ ആക്സസ് പോയിൻറ്റോ എന്താണോ അതിലേക്ക് കണക്ട് ചെയ്യുന്നതാവും. അപ്പോൾ ഇതിന് സെർവർ എന്ന് പറയും, ഇതിന് ക്ലയൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ഓണാക്കി നിങ്ങളൊരു വൈഫൈയിലേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ DHCP ഡിസ്കവർ എന്ന് പറയുന്ന ഒരു ഫ്രെയിം അങ്ങോട്ട് സെൻഡ് ചെയ്യും. DHCP ഡിസ്കവറിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ട്രാൻസാക്ഷൻ ID ഞാൻ പറഞ്ഞ ഒരു യൂണീക്ക് ID അവൻ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. ഒരു 1001 എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു. ലീസ് ടൈമും ക്ലയൻറ്റ് യുവർ അഡ്രസ്സ്, കാരണം സ്വന്തം അഡ്രസ്സും സെർവറിൻ്റെ അഡ്രസ്സും ഒന്നും ഇവന് അറിയത്തില്ല, കാരണം ഇവനിപ്പോൾ ഓണായിട്ടേ ഉള്ളൂ. അതെല്ലാം ഫ്രീ ആയിട്ടിടും. സോഴ്സ് പോർട്ട് എന്ന് പറയുന്നത് 68 ഡെസ്റ്റിനേഷൻ പോർട്ട് എന്ന് പറയുന്നത് 67 സെറ്റ് ചെയ്യും. അതങ്ങനെ തന്നെ വേണം സെറ്റ് ചെയ്യാൻ. സോഴ്സ് അഡ്രസ്സ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ 0.0.0.0 എന്ന് പറയുന്നത് സ്വന്തം അഡ്രസ്സ് അറിയത്തില്ലെങ്കിൽ സോഴ്സ് അഡ്രസ്സായിട്ട് എഴുതുന്നതാണ്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറയുന്നത് 255.255.255.250 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു മൾട്ടി കാസ്റ്റ് അഡ്രസ്സാണ്. അതായത് ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തേക്കുന്ന എല്ലാ സിസ്റ്റത്തിലേക്കും ഈ റിക്വസ്റ്റ് പോകും. പക്ഷേ ഇത് DHCP ഡിസ്കവർ ആണെന്ന് സെർവറിന് മനസ്സിലാകുന്നതുകൊണ്ട് സെർവർ മാത്രമേ ഇവനെ എടുക്കും. മറ്റ് കണക്ട് ചെയ്തേക്കുന്ന കമ്പ്യൂട്ടറുകളിലേക്കൊക്കെ പോകുമെങ്കിലും അവരൊക്കെ ഇതിനെ ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ എന്താണ്, ഒരു കമ്പ്യൂട്ടർ ഓണാക്കി നെറ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ ഒരു റിക്വസ്റ്റ് അതിൻ്റെ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന പോയിന്റിലേക്ക് അയച്ചു. അപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന പോയിന്റ് ഇവന് റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൻ DHCP ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ കൊടുക്കും. അതായത് ഇവൻ സെർവറിനെ ഡിസ്കവർ ചെയ്ത് റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ സെർവർ ഒരു ഓഫർ കൊടുക്കും. ഓക്കെ മോനെ എന്നാ പിടിച്ചോ, നിൻ്റെ ലീസ് ടൈം എന്ന് പറയുന്നത് 3600 സെക്കൻഡാണ്. ക്ലയൻറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടില്ല, യുവർ അഡ്രസ്സ് എന്ന് പറയുന്നത്, അതായത് നിൻ്റെ അഡ്രസ്സ് നീ ഇതായിട്ട് എടുത്തോ എന്ന് പറഞ്ഞങ്ങ് കൊടുക്കും. സെർവറിൻ്റെ അഡ്രസ്സ് അവൻ്റെ സ്വന്തം അഡ്രസ്സും അവൻ വെച്ച് കൊടുക്കും. സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവൻ്റെ സ്വന്തം അഡ്രസ്സ്, അതായത് ഇവൻ ഇവിടുന്നാണ് ഈ പാക്കറ്റ് അങ്ങോട്ട് അയക്കുന്നത്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഇവനാണ്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇവന് നിലവിൽ IP അഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവനൊരു IP അഡ്രസ്സ് നിൻ്റെ IP അഡ്രസ്സ് ഇതാണെന്നും പറഞ്ഞ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവനറിയില്ലല്ലോ, ഈ പാക്കറ്റ് ഇവിടെ എത്തിയാലല്ലേ ഇവനറിയത്തുള്ളൂ ഇവൻ്റെ IP അഡ്രസ്സ് അതാണെന്ന്. അതുകൊണ്ട് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വീണ്ടും ബ്രോഡ്കാസ്റ്റ് അഡ്രസ്സ് തന്നെ കൊടുക്കും. അതായത് ഈ സെർവറിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന എല്ലാ മെഷീനിലേക്കും ഈ റിക്വസ്റ്റ് പോകും. അപ്പോൾ ഈ 1001 എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ ID ഇവൻ അറിയാവുന്നതുകൊണ്ട് ഇവൻ എന്ത് മനസ്സിലാവും, ഇവനല്ലേ ഇവിടുന്ന് ഈ 1001 കൊടുത്തു വിട്ടത്. ഈ 1001 കൊടുത്തു വിട്ടത് ഇവനായതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ ID 1001 ഒരുത്തം തിരിച്ചു വരുമ്പോൾ ഇവന് മനസ്സിലാവും, ഓക്കെ ഇത് തന്നെയാണ് എൻ്റെ IP അഡ്രസ്സ്, ഇതാണ് എനിക്ക് തന്നേക്കുന്ന IP അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഇവന് മനസ്സിലാവും. അപ്പോൾ
അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ അടുത്തൊരു റിക്വസ്റ്റ് ഇങ്ങോട്ടായിരിക്കും. അതിന് DHCP റിക്വസ്റ്റ് എന്ന് പറയും. അത് 1001 ലീപ്സ് ടൈം അത് തന്നെ ഇട്ടു. കണ്ടോ, ക്ലയൻറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇവൻ ഇവിടുന്ന് അയച്ച അഡ്രസ്സില്ലേ, ആ 182 എന്ന് പറയുന്ന അഡ്രസ്സ് അസൈൻ ചെയ്തു. യുവർ അഡ്രസ്സ് എന്ന് പറയുന്ന ഫീൽഡ് ഒന്നുമില്ല. അത് ഇവൻ കൊടുത്തപ്പോഴാണ് യുവർ അഡ്രസ്സിന് റിലവൻസ് ഉള്ളത്. ഇവൻ തിരിച്ചയക്കുമ്പോൾ യുവർ അഡ്രസ്സിന് റിലവൻസ് ഇല്ല. സെർവറിൻ്റെ അഡ്രസ്സ് ഇവൻ തന്ന അഡ്രസ്സ് തന്നെ അങ്ങനെ തന്നെ സോഴ്സ് ചെയ്തു. സോഴ്സും ഡെസ്റ്റിനേഷനും എല്ലാ കേസിലും ഇതുണ്ട്. ഇവിടെ 68, ഇവിടെ 67 ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ 67 ആയി സോഴ്സ് പോർട്ട്, 68 ആയി ഡെസ്റ്റിനേഷൻ. അതായത് സെർവറിൻ്റെ പോർട്ട്, സെർവറിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന എപ്പോഴും 67 എന്ന് പറയുന്ന പോർട്ടിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഡെസ്റ്റിനേഷൻ ഇങ്ങോട്ട് പോകേണ്ടതുകൊണ്ട് 67 കൊടുത്തു. ഇത് സോഴ്സ് ഇവിടെ നിന്ന് വരുന്നത് കൊണ്ട് 67 നിന്ന് പോരുന്നെന്ന് കൊടുത്തു. ഇനി DHCP റിക്വസ്റ്റ് വീണ്ടും വരുമ്പോഴും ഇതുപോലെ തന്നെ 67ലേക്കാണ് പോകേണ്ടത്, അങ്ങോട്ട് കൊടുത്തു. സോഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത് അവനിപ്പോൾ സ്വന്തം അഡ്രസ്സ് മനസ്സിലായല്ലോ, അതുകൊണ്ട് അവനത് സെറ്റ് ചെയ്തു. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് വീണ്ടും ഇതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. എല്ലാത്തിനും കൊടുക്കും, കാരണം ഈ IP അഡ്രസ്സ് ഇവൻ എടുത്തു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനി വീണ്ടും ഇവിടെ വന്നപ്പോഴത്തേക്കും DHCP അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത് കൊടുക്കും. DHCP അക്നോളജ്മെൻറ്റ്, ഓക്കെ എല്ലാം സെറ്റായി, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, ഞാൻ നിനക്ക് തന്ന അഡ്രസ്സ് നിനക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ അത് തന്നെ സ്വീകരിച്ചു എന്നും പറഞ്ഞ് ഇനി ഞാനത് മറ്റാർക്കും അത് കൊടുക്കില്ല എന്നും പറഞ്ഞ് ഇവൻ ഇവിടുന്ന് അക്നോളജ് ചെയ്ത് തിരിച്ചു വിടും. ഇതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഈ 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഒന്ന് ഇത്രയും 4 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഓർത്തിരുന്നോളുക. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടുണ്ട്. എന്നിരുന്നാലും സിമ്പിൾ ആയതുകൊണ്ട് ഒന്ന് ഓർത്തിരുന്നോളുക. DHCP ഡിസ്കവർ റിക്വസ്റ്റ് കൊടുക്കും. ട്രാൻസാക്ഷൻ ID ഫീൽഡ് സെറ്റ് ടു റാൻഡം, ഓരോന്നും റാൻഡമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. സോഴ്സ് പോർട്ട് എന്ന് പറയുന്നത്, സോഴ്സ് പോർട്ട് 68 ആക്കും, ഡെസ്റ്റിനേഷൻ പോർട്ട് 67 ആക്കും, എന്നിട്ട് കൊടുക്കും 00. ഇതെല്ലാം കൊടുക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി DHCP സെർവർ റെസ്പോണ്ട്, DHCP ഓഫർ കൊടുക്കും. ഓക്കെ, നീ IP അഡ്രസ്സ് എടുത്തോ എന്നുള്ള കാര്യം. ലീസ്റ്റ് ടൈം, ദ മെസ്സേജ് ഓൾസോ ഇൻക്ലൂഡ്സ് ലീസ്റ്റ് ടൈം ഫോർ വിച്ച് ഹോസ്റ്റ് ക്യാൻ കീപ്പ് ആൻ IP അഡ്രസ്സ്. അതായത് ഒരു IP അഡ്രസ്സ് നിനക്ക് തരുവാണല്ലോ, നീ എടുത്തോന്നും പറഞ്ഞ് തരുവാണല്ലോ, എന്ന് ആ അഡ്രസ്സ് അവൻ ആജീവനാന്ത കാലം കൊടുക്കത്തില്ല, ഇത്ര സമയത്തേക്ക് നീ എടുത്തോന്നും പറഞ്ഞാണ് കൊടുക്കുന്നത്. അതാണ് ലീസ്റ്റ് ടൈം. അത് നമ്മളിവിടെ കണ്ടായിരുന്നു, കണ്ടില്ലേ? ഇവിടെ ലീസ്റ്റ് ടൈം ഇവിടെ വെച്ചൊന്നുമില്ല. ഇവിടെ വന്നപ്പോൾ അതായത് സെർവർ കൊടുക്കുവാണ്, ഈ IP അഡ്രസ്സ് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിടുവാണ്, മോനെ ഇത്രയും നിനക്ക് ആയുസുള്ളൂ, അത്രയും സമയത്തേക്ക് നിനക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലീസ്റ്റ് ടൈം ഒക്കെ വെച്ചിട്ട് കൊടുക്കും. പോർട്ട് നമ്പറും സോഴ്സും ഡെസ്റ്റിനേഷൻ പോർട്ട് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഒബ്വിയസ് ആണ്, കാരണം എന്താണ്, ഇവിടുന്ന് ഇങ്ങോട്ട് അയക്കുമ്പം 68 നിന്ന് 67ലേക്കാണ് അയക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് അയക്കുമ്പം 67 സോഴ്സ്, 68ലേക്കാണ് അയക്കുന്നത്. ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലാവും. മൂന്നാമത്തെ സ്റ്റെപ്പ് DHCP റിക്വസ്റ്റ് ആണ്. DHCP റിക്വസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ഓഫർ ആണ്. ദ ഫീൽഡ് വാല്യൂ ആസ് ദ മെസ്സേജ് ഈസ് എൻക്യാപ്സുലേറ്റഡ് ഇൻ എ യൂസർ ഡാറ്റാഗ്രാം വിത്ത് പോർട്ട് നമ്പേഴ്സ് ആസ് ഫസ്റ്റ് മെസ്സേജ്. യൂസർ ഡാറ്റാഗ്രാം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആൻ IP ഡാറ്റാഗ്രാം വിത്ത് ദ സോഴ്സ് അഡ്രസ് സെറ്റ് ടു ന്യൂ ക്ലയൻറ്റ് അഡ്രസ്. സോഴ്സ് അഡ്രസ്സ് ന്യൂ ക്ലയൻറ്റ് അഡ്രസ് ആകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വായിച്ചു നോക്കിക്കൊള്ളുക. ഫൈനലി DHCP അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്നത്, DHCP അക്നോളജ്മെൻറ്റ് ഓക്കെ ശരി എന്നാൽ എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്നതാണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയൊന്ന് വായിച്ചു നോക്കിക്കൊള്ളുക. പിന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്, അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്തത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്, അത് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. താങ്ക് യു.